അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ദുബായ് ഡേയ്സ് തുടങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ സിമ്മൊക്കെ എടുത്തു. ഡ്യൂൽ സിമ്മ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. എന്നാലും ഞാൻ സലാത്തിൻ്റെ ഒരെണ്ണം എടുത്തു. കാരണം എനിക്ക് 24 hours കഴിഞ്ഞിട്ടാണ് അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ജോബിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ വേറൊരു സിമ്മ് തൽക്കാലത്തേക്ക് എടുത്തായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ വാങ്ങിയൊരു കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. ആക്ച്വലി ബിസ്ക്കറ്റല്ല, ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. നാട്ടിൽ വെച്ചിട്ട് ഞാൻ പോരുന്നതിന് മുമ്പ് എനിക്ക് സലിപ്പാപ്പന അവിടെ വെച്ചിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ സെയിം സാധനം ഇവിടെ വന്നപ്പോഴും നല്ല ടേസ്റ്റിൽ കിട്ടി. പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ മഫിൻസ് അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെയാണ് ഈ 2 സാധനങ്ങളും. ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഇങ്ങനത്തെ സാധനം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഹെവൻ ഫോർ ഗേൾസ്. ഇത് ഞാൻ ഡേ ടു ഡേയിലോ നൈറ്റ് ടു നൈറ്റിലോ എന്തോ വന്നതാണ്. എന്തോരം മേക്കപ്പ് പ്രൊഡക്ട്സാണ് കാണുന്നത്. 120 dirhamsൻ്റെ ആ ഒരു ഷോപ്പിലാണ് ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ അല്ലാത്ത ഷോപ്പിൽ കൂടെ ഇത്ര കളക്ഷൻ കാണത്തില്ല എന്ന്. ഞാൻ വന്നത് ഒരു വീക്കെൻഡിലാണെന്നുണ്ടെങ്കിലും ഞാൻ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തൊട്ടിട്ട് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. എനിക്കൊട്ടും സമയം കളയാൻ തോന്നിയില്ല. എത്രയും നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലതല്ലേ. അപ്ലൈ ചെയ്ത് ഉറക്കം വന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി കഴിഞ്ഞപ്പോൾ ആവേശിക്കുന്നു. അപ്പം ഞങ്ങൾ ഷവർമ ഓർഡർ ചെയ്തു. ദുബായിൽ പണ്ട് എത്ര നാൾ മുന്നേ വന്നപ്പോഴാണ് ഓർമ്മയില്ല, കുട്ടിയായിരിക്കുമ്പോൾ തോന്നുന്നു ഷവർമ അയച്ചിട്ട് 2 ഷവർമയൊക്കെ ഒരുമിച്ച് അയച്ചിട്ടുണ്ട്. അത് പക്ഷേ അന്ന് കുഞ്ഞ് ഷവർമ കേട്ടോ. അപ്പോൾ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ അങ്ങനെ കഴിക്കാൻ സമ്മതിക്കാറില്ല, ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഷവർമ കഴിക്കുമ്പോൾ അപ്പോൾ എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജോലിയുടെ ഓരോ കാര്യം നോക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നേരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ടൈം പോയല്ലോ. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അങ്ങനെ ഷവർമ എത്തി. ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ വേഗം അങ്ങ് കഴിക്കാൻ തുടങ്ങി. പക്ഷേ എന്താ പറയുക, എനിക്ക് നാട്ടിലെ ഷവർമയാണ് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടമായത്. കാരണം മയോണൈസ് ഉണ്ടല്ലോ, എനിക്ക് മയോണൈസ് ഇഷ്ടമാണ് ഗൈസ്. മന്തി ആണെന്നുണ്ടെങ്കിലും ഷവർമയാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ മയോണൈസ് എനിക്ക് നിർബന്ധമാണ്. ഇതിൽ മയോണൈസ് ഇല്ല. കൊല്ലങ്ങൾക്ക് ശേഷം ഷവർമ കഴിക്കാൻ പോകുന്നു. ഓ വാവ്. എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. എന്താ ചെയ്യുക. സോ ഇന്ന് November 7th എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ കോൾ കിട്ടി. ആദ്യത്തെ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഞാനിവിടെ വന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങി 2ാമത്തെ ദിവസം എന്തോ എനിക്കൊരു കോൾ വന്നായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്തില്ല. സ്പാം എന്നാണ് കണ്ടത് ട്രൂ കോളറിൽ. പക്ഷേ എന്തോ അത് ഞാൻ എടുക്കാൻ വേണ്ടി ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ എടുക്കാൻ പോയപ്പോഴേക്കും അത് കട്ടായി. സോ ഐ ഗെസ് ദാറ്റ് കൗണ്ട്സ്. പിന്നെ ഞാൻ ലിങ്ക്ഡിനിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ എൻ്റെ അടുത്ത് CV ഒക്കെ അയക്കുകയെന്ന് പറഞ്ഞിട്ട് 2 പേര് മെസ്സേജ് അയച്ചായിരുന്നു. പക്ഷേ പിന്നെ വിവരമൊന്നുമില്ല. എന്നിട്ടിപ്പോൾ ആദ്യത്തെ എനിക്കൊരു കോൾ കിട്ടി. സോ ഹാപ്പി. അപ്പോൾ എന്താ പറയുക, അത് നടക്കുമോ നടക്കില്ലയോ ഒന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഒരു കോൾ കിട്ടിയല്ലോ. സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പം അതൊന്നും നിങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാതൊരു സമാധാനമില്ല. ഈവൻ ദോ I will be posting it a little bit late. ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ പറ്റുപോയി. എനിക്ക് വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു മെസ്സേജ് വന്നു. അതിലൊരു HR-ൻ്റെ if I would like to connect with them for an interview. ഞാൻ ഇങ്ങോട്ട് ഏത് ലെവലിലേക്കൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഐ ഗെസ് ഇറ്റ്സ് ഫേക്ക്. കാരണം HR ആയിട്ട് പോലും ആൾക്ക് 80 കണക്ഷൻസേ ഉള്ളൂ. And I asked ChatGPT about it. So ChatGPT പറഞ്ഞത് ഫേക്കാണെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. ഞാൻ ജസ്റ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ മെയിൽ അഡ്രസ്സ് അതൊക്കെ ചോദിച്ചിട്ട് നോക്കാം. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോളൊക്കെ വന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് സഹാറ സെൻറ്ററിൽ പോകാമെന്ന്. ഇത്രയും ദിവസം പുറത്തിറങ്ങാതിരുന്ന ഞാൻ ഇന്ന് എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് സഹാറ മോളിൽ സഹാറ സെൻറ്ററിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ മോളിൽ പണ്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് പക്ഷേ ഓർമ്മയൊന്നുമില്ല. പിന്നെ പണ്ടത്തേക്കാൾ ഇത് നല്ല വലുതാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ഓർമ്മയില്ല. പേര് നല്ല പരിചയമുണ്ട്, പക്ഷേ മോള് കണ്ടത് എനിക്കങ്ങനെ ഓർമ്മയില്ല. പിന്നെ അവിടെ ചെന്നിട്ട് ബബിൾ ടീ, ഇവിടുത്തെ ഫേമസ് ബബിൾ ടീ, അങ്ങനെ അതിൽ നിന്ന് ബബിൾ ടീ കുടിക്കാൻ നോക്കി. നീയല്ലേ പറഞ്ഞ താരയാ തോരെ. ഞാൻ എവിടെ നടന്നാലും എനിക്ക് മുത്തുനായിട്ട് ഷോക്ക് അടിക്കുന്നത് ഗൈസ്. സോ ഞാൻ മുത്തും 1 കിലോമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്.
എന്തെങ്കിലും പറയും. ഒന്നും പറയാനില്ല. ഇല്ല, ഒന്നും പറയാനില്ല. നമ്മൾ ഇവിടെ ഇലക്ട്രോണിക്സ് കടയിൽ വന്ന് ചില്ലിങ്ങാണ് ഗൈസ്. പിന്നെ ഞാൻ അവിടെ ഈ ഒരു ഫോൾഡ് ഫോൺ കണ്ടു ഗൈസ്, ബാർബി ഫോൺ. എനിക്കിതെന്തോ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു പിങ്ക് കളറും അതിൻ്റെ ബാക്കിലെ ഡിസൈനും പിന്നെ ക്യാമറയൊക്കെ ഉണ്ട് ഗൈസ് ഇതിന്. എനിക്കെന്തോ ഭയങ്കര ഒരു നുസ്റ്റ് പിടിച്ചു. പിന്നെ നമ്മൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയിട്ട് സിനബന്ന് ഒരു ചായയും പിന്നെന്താ ഐ ഡോണ്ട് നോ ഡോണറ്റ് വിത്ത് ആ ഒരു ഫ്ലേവർ അങ്ങനെ എന്തോ, പിന്നെ ചുറോസ് വിത്ത് എല്ലാം ആ ഒരു സിനിമൻ്റെ ആ ഒരു ടേസ്റ്റുള്ള സാധനം എനിക്കിഷ്ടമായില്ല ഗൈസ്. ഇരുന്ന് കഴിക്കുന്നുണ്ടായി, അമ്മ ഇച്ചിരി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വീട്ടിലെത്തി. എനിക്ക് ഇന്ന് കഴിച്ച ഒരു സാധനം ഇഷ്ടമായില്ല ഗൈസ്. ആൻഡ് ഇവർ പറയുന്നത് എനിക്ക് നാട്ടിലെ പേട്ട സാധനങ്ങളെല്ലാം കഴിച്ച് ഇവിടുത്തെ ടേസ്റ്റ് പിടിക്കാത്തതാണ്. മേ ബി ട്രൂ. എന്താ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഷവർമ്മ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ദാ പുതിയൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഷവർമ്മ വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതെങ്ങനെയുണ്ടാകുന്ന നോക്കാം. പുതിയ സ്ഥലമല്ല കേട്ടോ, പുതിയ ഷവർമ്മ. ഇന്ന് നമുക്കൊരു ഡിന്നർ ഡേറ്റ് ഉണ്ട് കേട്ടോ. അച്ഛൻ്റെയും പാപ്പൻ്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. അവരുടെ ഫാമിലീനെ മീറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ അവരെല്ലാവരെയായിട്ടും നമ്മൾ ഡിന്നറിന് പോവാണ്. നമ്മൾ കാലിക്കറ്റ് സ്റ്റോറീസിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ദ ഫുഡ് വാസ് സോ ഗുഡ് ഗൈസ്. നല്ല ഫുഡായിരുന്നു. കണ്ടോ, എനിക്ക് ഇവിടെ വന്നിട്ട് എല്ലാം ഇഷ്ടപ്പെടാതിരിക്കാതൊന്നുമില്ല. പിന്നെ എനിക്ക് അവരുടെ നിന്ന് ഒരു ഗിഫ്റ്റ് കാർഡും കിട്ടിയിട്ടോ. ഞാൻ അവരെ കുറേ നാളത്തെ ശേഷം കാണാം, പക്ഷേ എന്താ പറയുക, അങ്ങനെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് അവർ ഈ ഗിഫ്റ്റ് കാർഡ് തന്നപ്പോഴും എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. ടെക്നോളജിയെ കണ്ടോ ഗൈസ്. ഓക്കേ. എന്താണെന്നറിയില്ല, ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്ക് അപ്പം വിശക്കും. അപ്പം ഞാൻ അവിടെ ഇരുന്ന ഒരു താൽക്കാലിക ആശ്വാസം. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ല ഒരു ഇൻ്റർവ്യൂ കിട്ടിയെന്ന്. അത് ഇതാ പോസ്റ്റ്പോൺ ചെയ്ത് ഇന്ന് 12-നാണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഇവിടെ വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഗൈസ്, എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു കേട്ടോ. ഇൻ്റർവ്യൂവിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ബേസിക് HR ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരാൾ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷേ അയാൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അയാൾക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇൻ്റർവ്യൂ മാറ്റിവെച്ചത്, പക്ഷേ ഈ പ്രാവശ്യം അയാൾ ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, ബേസിക് HR ക്വസ്റ്റ്യൻസ് മാത്രം. അപ്പോൾ അവർക്ക് വേറെ ആളെ കിട്ടിയോണ്ടാണ് HR മാത്രം കയറിയത്, അതോ എന്താ മറ്റേ ആൾ ഈ പ്രാവശ്യം ബിസി ആയിട്ടാണോ ഇല്ലാഞ്ഞേ എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ HR ക്വസ്റ്റ്യൻസ് ഞാൻ സിമ്പിളായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചും കൂടെ കാൻഡിഡേറ്റ്സ് ഈ റോളിന് ലൈൻഡ് അപ്പ് ആയിട്ടുണ്ട്, അപ്പോൾ വിത്തിൻ 24 to 48 hours അവർ ഗെറ്റ് ബാക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനത് പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. വേറെ അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ. കാരണം ഐ ഡോണ്ട് നോ, മേ ബി എടുത്തില്ലെങ്കിലും, ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ വന്നിട്ട് അങ്ങനെ എവിടെയും പോയിട്ടില്ലല്ലോ. മെയിനായിട്ട് ജോബിൻ്റെ കാര്യത്തിന് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എവിടെയും പോകാത്തത്. പിന്നെ നമ്മളിവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ടും പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതുകൊണ്ടും അതുകൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇവർക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടി ആയതുകൊണ്ട് പിന്നെ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഗോൾഡ് സുക്കിലിരുന്ന് കോഫി കുടിക്കുകയാണ് ഗൈസ്. ഫോട്ടോ അല്ല, വീഡിയോ ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട് പാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു ഗൈസ്. ഈ പിസ്സ അടിപൊളി പിസ്സയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആൻഡ് നമ്മൾ അൾട്രാ തിൻ ക്രസ്റ്റാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഇറ്റ്സ് സോ ടേസ്റ്റി ആൻഡ് സോ 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 ഗുഡ്. കുറച്ച് എക്സ്പെൻസീവ് വന്ന്, പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് ബൈ 1 get 1 ഓഫറൊക്കെ നടക്കാറുണ്ട്. അവരുടെ ആപ്പിൽ നിന്നോ നൂണിൽ നിന്നൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ മുത്തു ഇന്ന് നാട്ടിൽ പോവാണ് ഗൈസ്. മുത്തുവിന് എക്സാം ഉണ്ട് MBAയുടെ. സോ അത് എഴുതാൻ വേണ്ടി പോവാണ്. മുത്തുവിനും കുക്കിക്കും ഉണ്ട് എക്സാം. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരും പോവും.
വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങി. നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനവും പിന്നെ എനിക്ക് ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യെ മേടിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇതിവിടെ നമ്മുടെ അൽനാദ ഗിഫ്റ്റ് സെൻ്ററാണ്, ഷാർജ അൽനാദ. ആൻഡ് എനിക്കെന്തോ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കിവിടെ നടന്നിട്ട് ഇങ്ങനെ മതിയാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇനിയും എന്തൊക്കെയോ കാണണം മേടിക്കണം എന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി എന്തായാലും സാലറി ഒക്കെ കിട്ടിയിട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. മിട്ടുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ മുളക്, പച്ചമുളക്. ആൻഡ് മുളക് കിട്ടിയതിൻ്റെ സന്തോഷത്തിലൊരു മുളകാട്ടൊക്കെ അവൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ആശ നിർത്തി. കാരണം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ശ്രദ്ധ ഫോണിലേക്ക് ആയിരിക്കും. അതുകൊണ്ട് ഡാൻസ് ഒന്നും ഉണ്ടാകത്തില്ല. ഹലോ മിട്ടു. അങ്ങനെ ഇന്നും നമ്മൾ വൈകുന്നേരം ഷോപ്പിംഗ് ഇറങ്ങിയേക്കാണ്. രാവിലെ ഇരുന്ന് ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ നമ്മൾ മെയിൻലി പുറത്തിറങ്ങാറ്. നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിനാണ്. നെക്സ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂവിന് പോകാൻ കേട്ടോ. നാട്ടിലായിരുന്നപ്പോഴും ഞാൻ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, എല്ലാം ഓൺലൈൻ തന്നെയായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫീൽഡല്ല, എനിക്കിതൊരു റെഫറൻസ് ത്രൂ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്നുള്ള ഇതിൽ പോണതാണ്. ഇൻ്റർവ്യൂ ഒക്കെ സ്മൂത്തായിട്ട് തന്നെ നടന്നു. പക്ഷേ എന്താ പറയുക, സെയിൽസൊക്കെ വരും. അപ്പോൾ എനിക്ക് സെയിൽസിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടും എൻ്റെ ഫീൽഡ് അല്ലാത്തതുകൊണ്ടും അവരോട് വേണ്ടാന്ന് തന്നെ ഉള്ളൊരു രീതിക്കാണ് പറഞ്ഞു പോകുന്നത്. കാരണം ഞാനിവിടെ ഒരു ലോങ് ടേം ഇതിനാണ് വരുന്നത്. അപ്പോൾ കിട്ടുന്ന ജോലിക്ക് ജസ്റ്റ് കയറി അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. ഞാൻ പഠിച്ച ഫീൽഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്ത കരിയർ. ആദ്യം തന്നെ ജോലി കിട്ടണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ കരാമലുള്ള കോവളം സ്പൈസസ് ആണ് നമ്മൾ വന്നത്. ആൻഡ് ഗൈസ് ഇവിടെയും ഉണ്ട് ടെക്നോളജിയാണ്. അങ്ങനെ ബെഡ് സ്പേസ് ഒക്കെ സെറ്റായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് മാറാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം എന്താ പറയുക, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഒക്കെ മേടിക്കുകയാണ്. നമ്മുടെ യൂട്ടൻസിൽസ്, ബേസിക് യൂട്ടൻസിൽസും പിന്നെ എന്താ പറയുക നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇല്ലേ, തുണി വിരിച്ചിടാനൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. അങ്ങനെ എപ്പോഴത്തെയും പോലെ വൈകുന്നേരം ആയപ്പോൾ ഒരുങ്ങിയൊക്കെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഈ പ്രാവശ്യം പോകുന്നത് ബീച്ചിലാണ്. എനിക്ക് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ബീച്ച് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായി, പക്ഷേ സാധിച്ചില്ല. പക്ഷേ ഞാൻ ഇവിടുത്തെ ബീച്ചിൽ പോവാണ്. ആൻഡ് ദാറ്റ് ഗോൾഡൻ അവർ ഫീൽ ഗൈസ്, അടിപൊളിയായിരുന്നു. ആ ഒരു എനിക്കറിയത്തില്ല, എനിക്ക് ആ ഗോൾഡൻ അവർ ഭയങ്കര ഇഷ്ടമാണ്. പറയാൻ വിട്ടുപോയി, നമ്മൾ പോകുന്നത് അൽഹീര ബീച്ചിലാണ് കേട്ടോ. അത് അജ്മാനാണ്, ഷാർജ അജ്മാൻ ബോർഡർ എന്നാണ് തോന്നുന്നത്. അൽഹീര ബീച്ചാണ്. എന്തായാലും അവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടൊക്കെ ആയി. പക്ഷേ എന്താ, ഇരുട്ടത്താണെങ്കിലും ബീച്ച് ഒരു വൈബ്, അത് എനിക്ക് ഇപ്പോഴും വേറെയാണ് ഗൈസ്. തിരിച്ചു വരുന്ന വഴി കണ്ട 2 വെറൈറ്റി സാധനങ്ങളാണ്. ഒന്ന് ഈ കാഫു, നമുക്ക് പെട്രോളൊക്കെ തീർന്നെങ്കിൽ ഇവർ നമുക്ക് വന്ന് അടിച്ചു തരും. പിന്നെ ചുറ്റും ഈ ഏരിയ ചുറ്റും ഹണിയുടെ ഷോപ്സാണ് ഗൈസ്. ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലും ഹണി, റൈറ്റ് സൈഡിലും ഹണി. അങ്ങനെ ഇന്ന് 24-ാം തീയതി ആയി. ഇവർ പോകാൻ ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ എല്ലാം പയ്യെ പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കാമെന്ന്. പിന്നെ ഇതൊക്കെ ഒതുക്കിയിട്ട് വേണം എനിക്കും ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ബെഡ് സ്പേസിലേക്ക് മാറാനുള്ളതൊക്കെ എടുത്ത് വയ്ക്കാൻ. അതേ നമ്മുടെ കൂടെ പാക്കിങ്ങിന് ഒരാളും കൂടെ കൂടിയിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് മിഠായി അമ്മ കാണിച്ചു തരണേ കേട്ടോ, അത് വേണോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവർ നാട്ടിലേക്ക് പോകല്ലേ, അതുകൊണ്ട് എന്നോടൊരു പ്രത്യേക സ്നേഹമാണ് ഇപ്പോൾ. അങ്ങനെ നമ്മളിതാ ഹോസ്റ്റലിലേക്കുള്ള ലാസ്റ്റത്തെ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. അരി, പഞ്ചസാര അതൊക്കെ വാങ്ങാനായിട്ട്. അങ്ങനെ വാങ്ങി വന്നപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട് എനിക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ ഗൈസ് ഞാൻ എല്ലാം കൂടെ ഒറ്റയ്ക്ക് പൊക്കി പാപ്പൻ്റെ വണ്ടിയിൽ കയറ്റി. ഐ ഡോണ്ട് നോ ഇതെങ്ങനെ ഞാൻ എല്ലാം കൂടെ റൂം മാറുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ, വിചാരിച്ച പോലെ എളുപ്പമല്ല. ആൻഡ് യെസ്, അങ്ങനെ ഞാൻ എന്താ ബെഡ് സ്പേസിലേക്ക് പോവുകയാണ്. ഇവർ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവും. പാപ്പനും പോകുന്നുണ്ട്. അച്ഛൻ്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അത് അറ്റൻഡ് ചെയ്യാനാണ് കുറച്ചും കൂടെ നേരത്തെ പോകുന്നത്. സോ എന്നെ കരാമയിൽ ബെഡ് സ്പേസിലാക്കിയിട്ട് ഇവരെല്ലാവരും ഇനി തിരിച്ച് അങ്ങോട്ട് പോവും. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ് സ്പേസ് വാസം അങ്ങ് തുടങ്ങുവാണ്.
ആൻഡ് ബൈജോങ്ങളുടെ കടയിൽ നിന്ന് രാത്രിക്കുള്ളൊരു ഫുഡും വാങ്ങി ഞാൻ എന്താ ഹോസ്റ്റലിൽ എത്തി. ജസ്റ്റ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ തൽക്കാലത്തേക്ക് ഒരു 4 ദിവസം വേറെ റൂമിലാണ് നിൽക്കുന്നത്. എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ അവിടെ ബാൽക്കണിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ ബാൽക്കണിയുള്ള റൂമിൻ്റെ വ്യൂ ഇതാണ്. ആൻഡ് എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടമായി. പക്ഷേ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതും പിന്നെ അവിടെ അടിയിൽ മലയാളീസാണ്, അപ്പോൾ അങ്ങനെ എടുക്കാം എന്നുള്ളൊരു രീതിക്ക് അങ്ങോട്ടേക്ക് മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ. പക്ഷേ ഈ വ്യൂ ഞാൻ എന്തായാലും മിസ് ചെയ്യും ഗൈസ്. ഗൈസ് ഞാൻ ഷോപ്പിങ്ങിന് വന്നേക്കാണ്. തൊട്ടടിയിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റ്. ആൻഡ് my favorite super rings. പ്രത്യേകിച്ചൊന്നുമല്ല, എനിക്ക് പാത്രം കഴുകാൻ പ്രില്ല് വേണമായിരുന്നു. പിന്നെ അത്യാവശ്യമായിട്ട് മൾട്ടിപ്പിന്ന് വേണമായിരുന്നു. കാരണം ഫോണൊന്നും ചാർജ് ചെയ്യാൻ ആയിട്ട് നമ്മളുടെ നാട്ടിലത്തെ ചാർജറല്ലേ, അപ്പോൾ ഐ മീൻ അഡാപ്റ്റർ അല്ലേ, അപ്പോൾ അത് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൻ വേണമല്ലോ. ഇത്രയും ദിവസം പാപ്പൻ്റെ അടുത്തായതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ടായതുകൊണ്ടും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ചോക്കോസ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ലുക്ക് അറ്റ് ദ പ്രൈസ്. പണ്ട് എറണാകുളത്തായിരുന്നപ്പോൾ ജോലി ഉണ്ടായിരുന്നപ്പോൾ പൈസ ഒന്നൊരു വിഷയമല്ലായിരുന്നു. ഇപ്പോൾ ഞാനെല്ലാം ഇങ്ങനെയൊക്കെ നോക്കിയും കണ്ടും മേടിച്ചൊക്കെ ഇപ്പം ഗൈസ് ഞാൻ എന്താ റൂമിലെത്തി. ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്. ഇപ്പം ഇതൊന്നും നോക്കണ്ട, കാരണം ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ട് അവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അടുത്ത റൂമിലേക്ക് മാറുന്നുള്ളതുകൊണ്ട് തന്നെ ഒതുക്കിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് റൂമിൽ തന്നെ ഫ്രിഡ്ജുണ്ട് സാധനങ്ങൾ വെക്കാൻ, അടുക്കളയിലും ഉണ്ട്. പക്ഷേ എന്താ, നമ്മുടെ ഫ്രിഡ്ജ് നമുക്ക് റൂമിൽ തന്നെ ഉണ്ട്. ഇതിവിടെ ഉണ്ടായിരുന്ന കേട്ടോ, വേറെ മേടിച്ചു വെച്ചതൊന്നുമല്ല, ഇവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജാണ്. കടയിൽ പോയപ്പോൾ ഞാൻ വെള്ളം വാങ്ങാൻ പറഞ്ഞു ഗൈസ്. ഇനി ഉച്ചയ്ക്ക് മിക്കവാറും ഞാൻ ഫുഡ് ഓർഡർ ചെയ്യായിരിക്കും. അടുത്ത റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം കാരണം ഞാൻ എന്തായാലും അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. മെയിനായിട്ട് എനിക്ക് എൻ്റെ ഈ റൂമിൽ ഇഷ്ടപ്പെട്ടത് ബാൽക്കണിയാണ് ഗൈസ്. നോക്കൂ, ഹലോ, ഇവിടെ നിന്ന് ദ വ്യൂ, ദുബായ് ഫ്രെയിം കാണാം, ബുർജ് ഖലീഫ കാണാം. ആൻഡ് രാത്രി ആയപ്പോൾ ഇപ്പുറത്ത് ഒരു മൂണും കൂടി ഉണ്ട്, ഹാഫ് മൂൺ. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ് ആ നൈറ്റ് വ്യൂ. എനിക്ക് ഇവിടെ നിന്ന് അതുകൊണ്ട് മാറണ്ടെന്നുണ്ട്. പക്ഷേ ബാൽക്കണി കണ്ട് നമ്മളെപ്പോഴും ഇരിക്കാൻ പോകുന്നില്ല. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മെയിൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അറ്റാച്ച്ഡ് ബാത്റൂം ചൂസ് ചെയ്യുന്നത്. ബട്ട് ഐ വിൽ മിസ് മൈ ബാൽക്കണി. മറ്റേ റൂമിൽ ബാൽക്കണി ഇല്ല. What will I do? നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ബാൽക്കണി ചൂസ് ചെയ്യുമോ അറ്റാച്ച്ഡ് ബാത്റൂം ചൂസ് ചെയ്യുമോ? അങ്ങനെ ഗൈസ് ഒഫീഷ്യലി എൻ്റെ ജോബ് സെർച്ച് ജേർണി പ്ലസ് ബെഡ് സ്പേസ് ജേർണി എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടം തൊട്ട് എല്ലാം എലോൺ ഞാൻ എങ്ങനെ ചെയ്ത് പോകും എന്നുള്ള കാര്യങ്ങളായിരിക്കും വ്ളോഗ്സിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ ജേർണി കണ്ടറിയാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കള. ആൻഡ് ഞാൻ കുറച്ച് ലേറ്റായിട്ടായിരിക്കും എല്ലാം വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എന്താ, ഞാൻ അത്യാവശ്യം ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, ജോബും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ടൈമിങ്സ്. ഞാനും ഈ ഒരു ഫേസിലേക്ക് ന്യൂ ആണല്ലോ, സോ പക്ഷേ ഞാനെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മളിനി വീണ്ടും കാണുന്നേക്ക് വരയ്ക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.